ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖാദി ബോർഡ് LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 നമ്മൾ ചെയ്തു. അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ ഏവ? ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. അത് ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അതും ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഗാനക്കാരൻ ആയിരുന്നു. അതും ശരിയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ശരിയായിട്ടാണ് വരുന്നത്. ആൻസർ വരിക അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഇനി യുനെസ്കോ എന്ന് പറയുന്ന UN കീഴിലുള്ള സംഘടന, അതിന്റെ പൂർണ്ണരൂപം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് എപ്പോഴും കേൾക്കുന്നതായിരിക്കും യുനെസ്കോ എന്ന്. പക്ഷെ അതിന്റെ കറക്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഫുൾ ഫോം നോക്കുക. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ പൂർണ്ണരൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പൊ നമുക്ക് നീതി ആയോഗിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കാം. പല രീതിയിൽ നീതി ആയോഗിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ആദ്യം എന്നാണ് നീതി ആയോഗ് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1 നീതി ആയോഗിന്റെ ഫോർമേഷൻ. മുൻപുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് ഈ ഒരു പുതിയ ബോഡി നിലവിൽ വന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന ന്യൂഡൽഹിയാണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അതായത് ആരാണോ പ്രൈം മിനിസ്റ്റർ ആളായിരിക്കും ചെയർപേഴ്സൺ. അപ്പൊ ഇപ്പോഴ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയാണ്. പിന്നെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. അതുപോലെ തന്നെ ഒരു CEO ഉണ്ടാവും. ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. നീതി ആയോഗിന്റെ ഫുൾ ഫോം പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. ഫോം ചെയ്തത് 2015 ജനുവരി 1. ഇതിനു മുൻപുണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഓരോന്നായി നോക്കാം. ഇന്ത്യൻ തപാൽ സർവീസ്. ഇന്ത്യൻ തപാൽ സർവീസ് ഏതിലാണ് വരിക? അതൊരു കേന്ദ്ര സർവീസ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസോ? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. വിൽപ്പന നികുതി. വിൽപ്പന നികുതി സംസ്ഥാന സർവീസിലാണ് വരിക. റെയിൽവേ ഒരു കേന്ദ്ര സർവീസ് ആണ്. ഇന്ത്യൻ പോലീസ് സർവീസ് അഖിലേന്ത്യാ സർവീസ് ആണ്. അപ്പൊ ഇതില് ആദ്യത്തെ അഖിലേന്ത്യാ സർവീസിൽ വരുന്ന 2 ഉണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും. പിന്നീട് കേന്ദ്ര സർവീസിൽ വരുന്നത് ഇന്ത്യൻ തപാൽ സർവീസും റെയിൽവേയുമാണ്. അതുപോലെ സംസ്ഥാന സർവീസിൽ വരുന്നത് വിൽപ്പന നികുതി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? 73 എന്ന് പറയുന്നത് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു 73ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റി ഒരു നോട്ട് സൈഡിൽ തന്നിട്ടുണ്ട്. The 73rd Amendment of 1992 added a new part 9 to the Constitution titled The Panchayats, covering provisions from Article 243 to 243O and a new 11th schedule covering 29 subjects within the functions of panchayats. അതായത് 1992 73ാമത് ഭരണഘടനാ ഭേദഗതി നമ്മുടെ
ഭരണഘടനയിൽ ഒരു പുതിയ പാർട്ട് 9 ആഡ് ചെയ്തു, പഞ്ചായത്ത് എന്ന ടൈറ്റിലോട് കൂടി. ആ ഒരു പാർട്ടിൽ വരുന്ന ആർട്ടിക്കിൾസ് 243 മുതൽ 243 വരെയാണ്. അതുപോലെ ഈ ഒരു അമെൻമെന്റ് വഴി തന്നെ പുതിയൊരു സ്കെഡ്യൂളും കൂടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നു. അത് 11th സ്കെഡ്യൂളാണ്. അതിൽ 29 സബ്ജക്ട്സ്, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് 29 വിഷയങ്ങൾ ഈ ഒരു സ്കെഡ്യൂളിൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ പറഞ്ഞല്ലോ 11ാമത് ഒരു പട്ടിക പുതിയതായിട്ട് കൂട്ടിച്ചേർത്തു. അപ്പൊ അത് ശരിയാണ്. സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്തു, അതും ശരിയാണ്. ഈ പഞ്ചായത്തിലെ സ്ത്രീകൾക്കുള്ള സീറ്റ് സംവരണത്തെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. 73ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു നോട്ടിൽ പറഞ്ഞല്ലോ 92-ലാണ് ഈ ഒരു ഭേദഗതി വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത്, നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി നിലവിൽ വന്നത്, അതും ശരിയാണ്. അപ്പൊ ആൻസർ വരുന്നത് തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. അതിലെന്താണ് തെറ്റ്? 73ാം ഭേദഗതി നിലവിൽ വന്നത് 92ആണ് ആ ഒരു അമെൻമെന്റ് വരുന്നത്. അതിന്റെ എക്സാക്ട് നിലവിൽ വരുന്നത് 93-ലാണ്. അപ്പൊ എന്തായാലും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അതും ശരിയായ പ്രസ്താവനയാണ്. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ അബ്ദുൾ റബ്ബ്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നാണ് നാലാമത്തെ പ്രസ്താവന. പക്ഷെ അത് തെറ്റാണ്. പട്ടം താണു പിള്ളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശങ്കർ ആ ഒരു മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നില്ല, ധനമന്ത്രിയായിരുന്നു. അതായത് രണ്ടാമത്തെ ധനമന്ത്രി ആയിരുന്നു ആര്? ശങ്കർ. പട്ടം താണു പിള്ളയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ ധനമന്ത്രി ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് നമുക്കറിയണല്ലോ. പി മുഹമ്മദ് കോയയായിരുന്നു രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അതായത് ഈ പട്ടം താണു പിള്ളയുടെ മന്ത്രിസഭയിലായിരുന്നു പി മുഹമ്മദ് കോയ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെന്നായിരുന്നു ചോദ്യം. 1, 2, 3 അതാണ് ശരിയായ പ്രസ്താവന. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓരോന്നായി നോക്കാം. കേരളത്തിൽ ഈ നിയമത്തിന് തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അത് ശരിയാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പാക്കി. അത് ശരിയാണ്. അടുത്തത്, ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ 10 കേരള നിയമനിർമ്മാണ സഭ പാസാക്കി. അതും ശരിയാണ്. അടുത്തത്, കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. അടുത്തത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, അത് അതിൽ പെടുത്താം. മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തികൾ, അതും അതിൽ പെടുത്താം. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതും അതിൽ പെടുത്താം. റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ, അതും തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്താം. ഇതിൽ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്താവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. അടുത്തത്, ചേരുംപടി ചേർക്കുക. കുറച്ച് കമ്മീഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിന്റെ വകുപ്പും തന്നിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള പേര് എങ്ങനെയാണ് വരിക എന്നാണ്. ധനകാര്യ കമ്മീഷന്റെ വകുപ്പ് 280 ആണ്. സ്വത്തവകാശം 300A ആണ്. സ്വത്തവകാശത്തിന്റെ പ്രത്യേകത, ആദ്യം അത് മൗലിക അവകാശമായിരുന്നു, പിന്നീട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടാണ് അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റി 300A മാറ്റിയത്. അപ്പോൾ സ്വത്തവകാശം 300A ആണ്.
രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61-ാം വകുപ്പ്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226-ാം വകുപ്പ്. അപ്പോൾ കറക്റ്റ് പേര് വരുന്നത് ഓപ്ഷൻ സി ആണ് വരിക. ധനകാര്യ കമ്മീഷൻ 280, സ്വത്തവകാശം 300A, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226. അപ്പൊ ഈ ഹൈക്കോടതിയുടെ റിട്ട് അധികാരം സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം രണ്ടാണ്. അപ്പൊ അതിന് രണ്ട് സെപ്പറേറ്റ് വകുപ്പുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഹൈക്കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഏത് വകുപ്പിലാണ് വരുന്നത്? അത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് 32-ലാണ് സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226-ലും സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 32-ലുമാണ്. അതെന്താ അതിന്റെ പ്രത്യേകത? സുപ്രീം കോടതിയിലെ റിട്ട് അധികാരം എന്ന് പറയുന്നത് അതൊരു ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്ന കാര്യമാണ്. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് ഈ സുപ്രീം കോടതിയിൽ നമുക്ക് നേരിട്ട് സമീപിക്കാം എന്നുള്ളത്. അപ്പൊ അത് വകുപ്പ് 32-ഉം ഹൈക്കോടതിയുടെ റിട്ട് അധികാരി 226-ഉമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓരോന്നായി നോക്കാം. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. അല്ല, മിനുസപേശി അസ്ഥികളുമായി ചേർന്നല്ല കാണപ്പെടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു. അത് ശരിയാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു. അത് തെറ്റാണ്. അനൈശ്ചിക ചലനങ്ങൾ സാധ്യമാകുന്നു. അത് ശരിയാണ്. അപ്പൊ ഇതിൽ തെറ്റായത് ഏതെന്നാണ് ചോദ്യം. 1ഉം 3ഉം ആണ് തെറ്റ് വരുന്നത്. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. തെറ്റായ പ്രസ്താവന 1ഉം 3ഉം. നെക്സ്റ്റ്, അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പൊ ഇതില് എങ്ങനെയാണ് അതിന്റെ പേര് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എണ്ണം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എയിലാണ് തന്നിരിക്കുന്നത്. വാരിയല്ലുകൾ 24, അസ്ഥികൾ അത് മാത്രമാണ് കറക്റ്റ്. ബാക്കി 3 തെറ്റാണ്. അപ്പൊ അത് എത്ര എണ്ണാണെന്ന് അറിയണല്ലോ. അപ്പൊ അക്ഷാസ്ഥികൂടത്തില് വാരിയല്ലുകൾ 24 അസ്ഥികളുണ്ട്. നട്ടെല്ല് 33, മാറല് 26, തലയോട് 22. ഇത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള എണ്ണം വരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാരിയല്ല് 24 അത് ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നട്ടെല്ല് 33, മാറല് 26, തലയോട് 22 അസ്ഥികളാണ് വരുന്നത്. അടുത്തത്, ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. പ്ലൂറ ആണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരം. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഹൃദയത്തെ പൊതിഞ്ഞുകൊണ്ടും എന്തുണ്ട്? ഇരട്ട പാളികളുള്ള ഒരു സ്തരമുണ്ട്. അതിന്റെ പേരെന്താണ്? പെരികാർഡിയം എന്നാണ്. അപ്പൊ ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ടപ്പാളികളുള്ള സ്ഥലമാണിത്, പെരികാർഡിയം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ റിലേറ്റ് ചെയ്തൊന്ന് ഓർക്കാൻ ശ്രമിക്കുക. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരം പ്ലൂറ, അതുപോലെ ഹൃദയത്തെ പൊതിഞ്ഞിട്ട് കാണപ്പെടുന്ന ഇരട്ട സ്തരം പെരികാർഡിയം. അടുത്തത്, സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ, വിജാഗരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വിജാഗരി സന്ധി നമുക്ക് കാൽമുട്ടിൽ കാണാം. ഇടുപ്പെല്ല് തുടയെല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. അതല്ല, കീലസന്ധി എന്ന് പറയുന്നത് നമുക്കൊരു 360 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു അച്ചുതണ്ടിൽ കറങ്ങാൻ പറ്റുന്ന രീതിയിൽ കാണപ്പെടുന്ന ആ ഒരു ഫുൾ ചലനം പോസിബിൾ ആക്കാൻ പറ്റുന്നതാണ് കീലസന്ധി എന്ന് പറയുന്നത്. അപ്പൊ അത് കൂടുതലും തലയോട്ടി നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും. നമ്മുടെ തല ആ ഒരു കഴുത്തിന്റെ മുകളിൽ നിന്ന് കറങ്ങുന്ന ആ ഒരു രീതിയിലുള്ളത്. അപ്പൊ അത് തെറ്റാണ്. അടുത്ത, ഗോളര സന്ധി നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോടിനെ ബന്ധിപ്പിക്കുന്നു. അല്ല, ഗോളര സന്ധി എന്ന് പറയുന്നത് സാധാരണ ഏറ്റവും കൂടുതൽ ചലനം നടത്താൻ കഴിയുന്ന സന്ധിയാണ് ഗോളരസന്ധി. അത് കൂടുതലും ഈ പറയുന്ന ഇടുപ്പെല്ലിലും തോളെല്ലിലൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അതും തെറ്റാണ്. തെന്നി നീങ്ങുന്ന സന്ധി രണ്ടസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാകുന്നു. തെന്നി നീങ്ങുന്ന സന്ധി ഒരു അസ്ഥിക്ക് വേറൊരു അസ്ഥിയുടെ മുകളിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്നതാണ്. ചെറുതായ ചലനം സാധ്യമാകുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പൊ ആൻസർ വരിക, ഇതിൽ ശരിയായ പ്രസ്താവന ആകെ ഒരെണ്ണേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. വിജാഗരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ശരി. അടുത്തത്, ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നി. ആൻസർ ഓപ്ഷൻ സി ആണ്, ലൈസോസൈം. ഈ അടുത്ത് വന്ന വേറൊരു എക്സാമിന് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, LDCയുടെ. അപ്പോൾ ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നി ലൈസോസൈം ആണ്. അടുത്തത്, രക്തം കട്ട പിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്?
അപ്പോൾ ആദ്യം നടക്കുക ഇതിൽ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. രക്തം കട്ട പിടിക്കുമ്പോൾ ആദ്യം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അതിനുശേഷം പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറും. പിന്നീട് ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളായിട്ട് മാറും. അപ്പം ആൻസർ വരെ ഓപ്ഷൻ ഡി ആണ്, 3, 2, 1. അടുത്തത് ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്ര. 2023 TB റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ളത് മഹാരാഷ്ട്രയിലാണ്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. നെക്സ്റ്റ്, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. ദർപ്പണത്തിന്റെ പ്രതിഫലന തലത്തിന്റെ മധ്യബിന്ദുവിനെ എന്താണ് വിളിക്കുക? പോൾ എന്നാണ് വിളിക്കുക. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയെ എന്ത് വിളിക്കും? മാലിയബിലിറ്റി. അതുപോലെ തന്നെ വലിച്ചു നീട്ടിയിട്ട് ഒരു നൂല് പോലെ ആക്കാൻ പറ്റുന്ന ആ ഒരു സവിശേഷതയെ എന്താ പറയുക? ഡക്റ്റിലിറ്റി. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രകാശത്തിനെ കുറിച്ചിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണ് 2023 ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ സൈഡിൽ ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കായിട്ടാണ്. അവരുടെ പേരുകൾ ഓർത്തിരിക്കുക: പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ് ആൻഡ് ലുലിയർ. ഈ 3 പേർക്കാണ്. ഒന്നുകൂടി പറയാം: പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ് ആൻഡ് ലുലിയർ. ഈ 3 പേർക്കാണ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ 2023 നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് പുരസ്കാരം. അപ്പൊ ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്ന് ഓപ്ഷനിൽ വന്നാലും അതും ശരിയാണെന്ന് ഓർക്കുക. പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങളാണ് ഇപ്പൊ ഇതിൽ ഇവർ നടത്തിയത്. അപ്പൊ പ്രകാശം എന്ന് പറഞ്ഞാലും ശരിയാണ്. പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഈ 3 പേരും കൂടി ചേർന്ന് നടത്തിയത്. അപ്പൊ ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാലും പ്രകാശത്തിന്റെ സൂക്ഷ്മ സ്പന്ദനങ്ങളെ കുറിച്ചുള്ള ചലനത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാലും അതും ശരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, P1V1 = P2V2 എന്ന സമവാക്യം ഏതു വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബോയിൽ നിയമം. ബോയിൽ നിയമം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും മാസുള്ള ഒരു സമയത്ത് ഒരു ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ബോയിൽസ് നിയമം വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് P1V1 = P2V2. നെക്സ്റ്റ്, ഏത് ലോഹം പ്രധാന ഘടകമായിട്ടുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, മെർക്യുറി. അതായത് മെർക്യുറി വേറെ ഏതെങ്കിലും ഒക്കെ ലോഹവുമായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അമാൽഗങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ സോഡിയം അമാൽഗം ആയിരിക്കും. അപ്പൊ എന്താവും? സോഡിയം മെർക്യുറി ആയിട്ട് കൂടിച്ചേരുമ്പോഴാണ് സോഡിയം അമാൽഗം ഉണ്ടാകുന്നത്. അപ്പൊ അമാൽഗം എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് അതിനകത്ത് മെർക്കുറി ആയിരിക്കും കണ്ടന്റ്. അടുത്തത്, ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. അപ്പൊ എന്താണ് ഐസോട്ടോണിക് ലായനി എന്ന് അറിഞ്ഞിരിക്കണം. അതായത് ആ ഒരു ലായനിയിലുള്ള വെള്ളത്തിന്റെ അളവും അല്ലെങ്കിൽ വെള്ളത്തിന്റെ കോൺസെൻട്രേഷനും അതിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനും തുല്യമായിരിക്കും. അപ്പൊ ആ ഒരു ദ്രാവകത്തിൽ നിന്ന് പുറത്തുള്ള ദ്രാവകമായിട്ട് അല്ലെങ്കിൽ അകത്തുള്ള ഒരു ദ്രാവകമായിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യില്ല. രണ്ടിലുള്ള കോൺസെൻട്രേഷൻ തുല്യമായിട്ട് നിൽക്കണമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലായനികളാണ് ഐസോട്ടോണിക് ലായനികൾ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ലായനികളുടെ പ്രത്യേകത അതിന്റെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും എന്നുള്ളതാണ് ഐസോട്ടോണിക് ലായനികളുടെ പ്രത്യേകത. അതിന്റെ ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. അപ്പൊ വെള്ളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസേജ് നടക്കില്ല. രണ്ട് സ്ഥലത്തും ഓസ്മോട്ടിക് മർദ്ദം തുല്യമായിരിക്കും. അടുത്തത്, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD അഥവാ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മുതൽ 2 വരെ, 1 മുതൽ 2 വരെ പാർട്സ് പെർ മില്യൺ, PPM. 1 to 2 PPM ആണ്
കുടിവെള്ളത്തിന്റെ BOD എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഈ ഒരു ഇനീഷ്യേറ്റീവ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളുടെ PSC പഠിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.